തിരുവനന്തപുരം DCCയിൽ ഒരു വിഭാഗത്തിന്റെയും KPCC നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കളുടെയും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് UDF ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ആന്റണി രാജു തൊണ്ടുമുതൽ കേസിൽ അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമായി മാറുമെന്ന വിലയിരുത്തലിലായിരുന്നു UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലുള്ള ഒരാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പോലെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയായാൽ മതിയെന്ന അവകാശവാദമാണ് കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് മുമ്പിലും ഹൈക്കമാൻഡ് ഭാരവാഹികൾക്ക് മുമ്പിലുമൊക്കെ ഉന്നയിച്ചത്. ദീപാദാസ് മുൻഷിയെ നേരിൽ കണ്ട് ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച VS ശിവകുമാർ അടക്കം ഈ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശരത്ചന്ദ്ര പ്രസാദ്, KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ ആവശ്യം നേതൃത്വത്തിന് മുമ്പിൽ വെച്ചതാണ്. അതോടൊപ്പം ലത്തീൻ സഭയുടെ പിന്തുണയുണ്ടായിരുന്ന രണ്ട് യുവ നേതാക്കളുണ്ടായിരുന്ന എറിക് സ്റ്റീഫൻ, അതോടൊപ്പം തന്നെ വിനോദ് യേശുദാസ്. സഭയുടെ കൃത്യമായ പിന്തുണ പല നേതാക്കളുടെ അടുത്തും സഭാ വക്താക്കൾ തന്നെ ഇവരെ പിന്തുണയ്ക്കണം, അവർക്ക് കൃത്യമായ പരിഗണന നൽകണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുമ്പിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ തീരുമാനങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം CMPക്ക് നൽകേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. അതാണ് ഒടുവിൽ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ സീറ്റ് വെച്ചു മാറുകയാണെങ്കിൽ തിരുവമ്പാടി പകരം CP ജോണിന് നൽകാം, CMPക്ക് നൽകാമെന്നൊരു കൂടിയാലോചന ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിനൊരു തടസ്സമായി മാറിയത് ലീഗിന്റെ കൈവശമുള്ള സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി കഴിഞ്ഞ തവണ അദ്ദേഹം നിലമ്പൂരിൽ പരിഗണിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ അപ്രതീക്ഷിതമായി കപ്പിനും ചുണ്ടിനുമിടയിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട ഒരു യുവ നേതാവാണ്. അതുകൊണ്ട് VS ജോയിക്ക് കൃത്യമായ ഒരു പരിഗണന ഇത്തവണ നൽകിയേ മതിയാകുമെന്ന് കൃത്യമായ ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ VS ജോയിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തിരുവമ്പാടി എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ VS ജോയിക്ക് വേണ്ടി നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒരു സ്ഥലത്തേക്ക് CMPയെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് അങ്ങനെയെങ്കിൽ CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഒരാഴ്ച കൂടി കഴിഞ്ഞേ ഉണ്ടാകുകയുള്ളൂ. അതായത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിഗണനാ പട്ടികയിൽ അല്ലെങ്കിൽ ആദ്യം പുറത്തുവിടുന്ന പട്ടികയിൽ ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രലും ഇടം പിടിക്കാനാണ് സാധ്യത. പക്ഷേ ഇങ്ങനെ ഒരു നേതൃത്വം ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുമ്പോഴും ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്ന VS ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ പ്രതിഷേധത്തിലാണ്. അവർ KPCC നേതൃത്വത്തെയും AICC ഭാരവാഹി കൂടിയായ ദീപാദാസ് മുൻഷിയുമൊക്കെ നേരിൽ കണ്ട് അവരുടെ അമർഷം വ്യക്തമാക്കിയിട്ടുണ്ട്.